ഹായ് ഹലോ നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. സെൽഫ് കോൺഫിഡൻസ് നമ്മുടെ ഇടയിൽ കുറച്ചധികം ആളുകൾക്കുള്ളതും എന്നാൽ കുറച്ചധികം ആളുകൾക്ക് ഇല്ലാത്തതുമായിട്ടുള്ള ഒരു സംഭവം, ഏറ്റവും പ്രധാനപ്പെട്ട അത്യാവശ്യകരമായിട്ടുള്ള ഒരു സംഭവം. പല ആളുകൾക്കും ഉള്ളൊരു ധാരണ സെൽഫ് കോൺഫിഡൻസ് എന്ന് പറയുന്നത് ജന്മസിദ്ധമായിട്ട് കിട്ടുന്ന സംഭവമാണെന്ന്. പക്ഷേ അങ്ങനെയല്ല. ഇത് ഒരു സ്കില്ലാണ്. അതായത് നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്കില്ല്. സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുക്കാൻ സഹായിക്കുന്ന ചില ശീലങ്ങളെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഈ ശീലങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണം തന്നെ നിങ്ങൾ പരിശീലിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വരുന്ന മാറ്റത്തെ നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടത്തിൽ നോട്ടിഫിക്കേഷന് വേണ്ടി ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കഴിയുമെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള അഭിപ്രായങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ വീഡിയോയിലെ ആദ്യത്തെ ശീലമെന്ന് പറയുന്നത് നിങ്ങൾ സ്വന്തമായി തീരുമാനമെടുക്കാൻ പഠിക്കുക എന്നുള്ളതാണ്. പല ആളുകളും ചെയ്യാത്ത അല്ലെങ്കിൽ ചെയ്യാൻ മടിക്കുന്ന ഒരു കാര്യമാണ് ഈ സ്വന്തമായിട്ട് തീരുമാനമെടുക്കുക എന്നുള്ളത്. ചില ആളുകൾ ഒരു തീരുമാനമെടുക്കുന്നതിന് മുമ്പ് വല്ലാതെ കാട് കയറി ചിന്തിച്ച് അത് പിന്നീട് ഓവർ തിങ്കിങ് ആയിട്ട് പിന്നീട് അവർ ആ തീരുമാനമെടുക്കുന്നതിൽ നിന്ന് പിന്മാറും. നിങ്ങൾക്ക് സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാക്കണം എന്നാഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ഇന്ന് തൊട്ട് സ്വന്തമായി തീരുമാനങ്ങളെടുത്ത് അത് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക. ഇനി രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് നിങ്ങൾ സ്വയം നിങ്ങളെ ഒരു ഫ്രണ്ടായി കാണാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അതായത് ചില ആളുകൾ ചില തീരുമാനങ്ങൾ എടുക്കുമ്പോൾ തീരുമാനങ്ങൾ തെറ്റായി പോകുമ്പോൾ അവർ സ്വയം പഴിക്കാറുണ്ട്. ഈ ശീലം അക്ഷരാർത്ഥത്തിൽ ഏറ്റവും മോശപ്പെട്ടതും ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതുമായിട്ടുള്ള ഒരു ശീലമാണ്. നമ്മൾ സ്വയം നമ്മളോട് ഒരിക്കലും ഹാർഷായിട്ട് പെരുമാറരുത്. മറിച്ച് നമ്മൾ സ്വയം നമ്മുടെ ഫ്രണ്ടാകാൻ ശ്രമിക്കുക. നമ്മൾ തന്നെ നമ്മളോട് പറയുക, സാരമില്ല, നാളെ ശരിയാക്കാം, അല്ലെങ്കിൽ എല്ലാം ശരിയാകും, നമുക്കെല്ലാം ശരിയാക്കിയെടുക്കാം. ഇത്തരത്തിൽ ഒരു ഫ്രണ്ടിനെ പോലെ നിങ്ങൾ സ്വയം നിങ്ങളോട് തന്നെ പെരുമാറാൻ പഠിക്കുക. ഇനി മൂന്നാമത്തെ ശീലമെന്ന് പറയുന്നത് നിങ്ങൾ എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളുടെയും നിങ്ങളുടെ ചോയ്സിൻ്റെ എല്ലാ റെസ്പോൺസിബിലിറ്റീസും നിങ്ങൾ സ്വയം വഹിക്കുക. ഇനി അത് നടന്നാലും ഇല്ലെങ്കിലും ഒരു കാരണവശാലും അതിൻ്റെ പേരിൽ മറ്റുള്ളവരെയോ ഏതെങ്കിലും ഒരു സിറ്റുവേഷനെയോ ഒരിക്കലും ബ്ലെയിം ചെയ്യാൻ പാടില്ല. നിങ്ങളുടെ തീരുമാനങ്ങളുടെ മുഴുവൻ റെസ്പോൺസിബിലിറ്റീസും നിങ്ങൾ തന്നെ ഏറ്റെടുക്കുക. റെസ്പോൺസിബിലിറ്റീസ് എടുത്താൽ മാത്രം പോരാ, നിങ്ങളുടെ തീരുമാനങ്ങളിൽ നിങ്ങൾക്ക് പറ്റിയ തെറ്റെവിടാന്ന് വെച്ചാൽ അത് കണ്ടുപിടിച്ച് അത് തിരുത്താനും കൂടെ ശ്രമിക്കുക. നല്ല ആത്മവിശ്വാസമുള്ള ആളുകളിൽ ഞാൻ പറഞ്ഞ ഈ 3 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരു ഗുണമെങ്കിലും ഉണ്ടായിരിക്കും. അപ്പോൾ വീഡിയോയുടെ ജസ്റ്റ് വൈൻഡപ്പ് ചെയ്യുകയാണ്. മറ്റൊരു ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.